ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പം ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ നിലവിലെ അവസ്ഥയും ശേഷം ഇന്നത്തെ സ്റ്റോക്ക് ബേസ്ഡ് ന്യൂസസും എല്ലാം ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ ആൻഡ് S&P 500 ആൻഡ് നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഏത് തരത്തിൽ നോക്കിയാലും എല്ലാം പോസിറ്റീവായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. യൂറോപ്യൻ മാർക്കറ്റ്സ് ഇന്നലെ ക്ലോസ് ചെയ്തതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ്. ആൻഡ് നമുക്ക് ഇന്നുള്ള ടോട്ടൽ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്ലൈറ്റ്ലി 73 പോയിന്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. സോ മേ ബി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇന്ന് അല്ലാതെയുള്ള ടോട്ടലുള്ള ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ തായ്വാൻ വെയ്റ്റഡ്, ഹാങ്സങ് ആൻഡ് സ്ട്രേറ്റ് ടൈംസ് ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ് എല്ലാം നോക്കുമ്പോഴത്തേക്കും ലൈക്ക് ഹോൾഡിംഗ് ഗുഡ്. നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റം വേൾഡ് മാർക്കറ്റ്സിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ട്. ടോട്ടലി ലോക മാർക്കറ്റുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഇന്നലെ ബൈയിങ് പ്രഷർ നേരിട്ടു എന്നുള്ളത് പോസിറ്റീവായിട്ട് നമ്മുടെ മാർക്കറ്റിനും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റി ലെവൽസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി വീണ്ടും ഇന്നലെ എന്ത് സംഭവിച്ചു? ഒരു സെൽ ഓഫ് നടന്നു. ഏത് റേഞ്ചിൽ സെൽ ഓഫ് നടന്നു? ഓൾ ടൈം ഹൈയിൽ സെൽ ഓഫ് നടന്നു എന്നുള്ളതാണ്. ബട്ട് അതൊരു ഹെൽത്തി സെൽ ഓഫ് എന്നാണ് എനിക്ക് പറയാനുള്ള. ഈ റേഞ്ചിൽ നടക്കുന്ന സെൽ ഓഫുകൾ അത്യാവശ്യം നല്ലതാണ്. വളരെ മൈന്യൂട്ടായ റേഞ്ചുകളിൽ നടക്കുന്ന സെൽ ഓഫുകൾ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കുകൾ വളരെ നല്ലതാണ്. ഒരു ഹെൽത്തി ആയിട്ട് അത് മാർക്കറ്റിനെ ഉപയോഗപ്പെടുത്തും എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആവാം. ഓൾ ടൈം ഹൈയിൽ ഒരുപാട് ബൈ ഓർഡേഴ്സ് ട്രിഗർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ആ മേഖലകളിൽ സെൽ ഓഫ് നടന്നത് അത്യാവശ്യം ഒരു ഹെൽത്തി ആയി നടക്കാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 15 മിനിറ്റ് ചാർട്ടിലേക്ക് നിഫ്റ്റിയുടെ ലെവൽസ് പരിശോധിക്കാനായിട്ട് പോകാം. അപ്പോൾ മാർക്കറ്റ് ഇന്നലെ ഡിമാൻഡ് എടുത്തത് മുന്നേ ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ്. ഓക്കെ, റാൻഡം സോണിലല്ല മാർക്കറ്റ് ഇന്നലെ ഡിമാൻഡ് എടുത്തത്. ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു സോണിൽ തന്നെയാണ് എടുത്തത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ വർക്കാവുന്നുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും. നമുക്കൊരു ഡിമാൻഡ് ഏരിയാസിൽ മാർക്കറ്റ് ഇന്നലെ ഹോൾഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ പെർഫോമൻസിൽ ഏത് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താമെന്നുള്ള കാര്യം പരിശോധിക്കാം. അപ്സൈഡ് പോകുവാണെങ്കിൽ നമുക്കറിയാം 26,370 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അടുത്ത മൊമെൻറ്റത്തിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് വിശ്വസിക്കാം. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, എങ്കിൽ പുതിയ ലെവൽസിലേക്ക് നമുക്ക് കാര്യങ്ങൾ പോകുമെന്ന് വിശ്വസിക്കാം. അല്ലാത്ത പക്ഷം ഈ ഒരു ലിക്വിഡിറ്റി സോൺസിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഒന്ന് അപ്സൈഡ് പോയ ശേഷം മേ ബി ഒരു സെൽ ഓഫിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് എനിക്കൊരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. മേ ബി ഇങ്ങനെ പോയ ശേഷം ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ ഇത് കണ്ടില്ല, ഈ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഏരിയയിൽ ഒരുപാട് ബയേഴ്സിൻ്റെ പോസിബിലിറ്റി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഏരിയയിൽ നിന്നായാലും മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ഉണ്ടാവും ഈ ഒരു ഏരിയയിൽ നിന്നും. ഓക്കെ, അത്യാവശ്യം കണ്ടില്ല, ഇത് നല്ലൊരു സോൺ, നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് 26,100 ആക്ട് ചെയ്യാം. ഡിമാൻഡ് ഏരിയ ആയിട്ട് 26,000 എന്നുള്ള ഏരിയ വയ്ക്കാം. ടോട്ടലി ഈ ഒരു ഏരിയ 26,000 എന്നുള്ള ഏരിയ അല്ലെങ്കിൽ 26,111, കുറച്ചുകൂടെ ഒരു സ്പെസിഫിക് പറയാൻ 111, ഈ ഒരു സോൺസ് അല്ലേ എത്ര സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ആ ഒരു ഏരിയാസിൽ മാർക്കറ്റിന് അത്യാവശ്യം നല്ലൊരു ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26,370 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അടുത്ത സോൺസാണ്. അടുത്ത സോൺസിലേക്ക് മാർക്കറ്റ് പുതിയ ടെറിട്ടറിയിലേക്ക് മാർക്കറ്റ് നീങ്ങാം. 26,500 ഒരു മിനിമം ഫസ്റ്റ് ഒരു ടാർഗറ്റ് നമുക്ക് വയ്ക്കാൻ വരുന്ന ദിവസങ്ങളിൽ. അപ്പം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലെവൽസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കാം. ആൻഡ് ഇന്ന് അപ്രതീക്ഷിതമായി മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സെല്ലിംഗ് പ്രഷർ നേരിടുകയാണെങ്കിൽ ഈ ഒരു ഏരിയാസിലോട്ടൊക്കെ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ പുതിയ ലെവൽസ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് സ്റ്റോക്സ് ഉണ്ടോ അല്ലെങ്കിൽ ന്യൂസ് ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് റിസൾട്ട് കാലമാണ്. റിസൾട്ട് ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് GM ബ്രൂവറീസ് ആൻഡ് ക്രോയിസൺസ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ക്വാർട്ടർലി ഏർണിംഗ്സ് പുറത്തു വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഇന്നലെ റിസൾട്ട് വന്ന KSH ഇന്റർനാഷണൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിങ് കമ്പനികളിൽ വളരെ നല്ല മൂവ്മെന്റിനുള്ള പോസിബിലിറ്റി ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. കാര്യം അത്യാവശ്യം നല്ല റിസൾട്ടുകൾ പല കമ്പനികളും പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. നെറ്റ് അഡ്വാൻസ് ആവറേജും ടോട്ടൽ ഡെപ്പോസിറ്റും കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് Q3. L&T ഫൈനാൻസിനാണെങ്കിൽ റീറ്റെയിൽ ലോൺ ബുക്ക് അത്യാവശ്യം ഗ്രോ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇൻഡസിൻഡ് ബാങ്കിൽ നെറ്റ് അഡ്വാൻസും നെറ്റ് ഡെപ്പോസിറ്റ്സും ഫോൾ ആയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു എന്താ പറയുക ഒരു ഡ്രോപ്പ് കാണിക്കുന്ന ഇൻഡസിൻഡ് ബാങ്കിൽ കാണിക്കുന്നുണ്ട്. ആക്സിസ് ബാങ്കിലാണെങ്കിൽ ടോട്ടൽ ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രോസ് അഡ്വാൻസ് അത്യാവശ്യം ഗ്രോത്തിൽ പോകുന്നുണ്ട്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിലാണെങ്കിൽ ഗ്രോസ് ലോൺ പോർട്ട്ഫോളിയോ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ബട്ട് ടോട്ടൽ ഡെപ്പോസിറ്റ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. ട്രെൻഡിൻ്റെ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് അലോൺ റവന്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. കമ്പനി പുതിയതായിട്ട് 17 വെസ്റ്റ് സൈഡ് ആൻഡ് 48 സുഡിയോ സ്റ്റോർസ് ഓപ്പൺ ആയി ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അങ്ങനെ അവരുടെ സ്റ്റോർസ് ടോട്ടൽ 278 ആൻഡ് 854 സ്റ്റോർ ടോട്ടലി
ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മോയിലിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. കമ്പനിക്ക് കമ്പനി റെക്കോർഡ് മാംഗനീസ് പ്രൊഡക്ഷൻ 4.77 lakh tons ആയിട്ടുണ്ട്. മോസ്റ്റ്ലി 3.7% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഓക്കെ, ഡാബർ എന്ന് പറഞ്ഞ് ഡാബറിൻ്റെ മേജർ ന്യൂസസ് ഉണ്ടായിട്ടുണ്ട്. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടോട്ടലി അവരുടെ ബിവറേജ് നെക്ടർ ആൻഡ് ഡ്രിങ്ക് പോർട്ട്ഫോളിയോസ് ഒരു മ്യൂട്ടഡ് പെർഫോമൻസ് ആയിരിക്കും. ബട്ട് ടോട്ടലി അവരൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഉള്ള ന്യൂസ് എന്ന് പറയുന്നത് മന്ത്ലി ബിസിനസ് അപ്ഡേറ്റ് ആയിട്ട് ഓൾ കോർഗ ടെർമിനൽസിന്റെ വോളിയം ഗ്രോ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. IEXന്റെ ഇലക്ട്രിസിറ്റി ട്രേഡഡ് വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ന്യൂസസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ONGC ഒരു ജോയിന്റ് വെഞ്ചർ എഗ്രിമെന്റ് ചെയ്യുന്നതായിട്ടുള്ള ന്യൂസസ് പുറത്തു വന്നു. ഒരുപാട് ന്യൂസ് ബേസ്ഡ് ഇങ്ങനെ ഇറക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ന്യൂസസ് ഇങ്ങനെ കിടക്കുവാണ്. ഓക്കെ, പിന്നെ NBCC നോക്കിയേ. NBCCക്ക് പുതിയൊരു ഓർഡർ, അതായത് ലേറ്റ്ലി ഒരുപാട് നല്ല ഓർഡേഴ്സ് NBCC കിട്ടുന്നുണ്ട്. 45.87 crores ഓർഡർ മഹാരാജ ശ്രീറാം ചന്ദ്ര ബെഞ്ചദിയോ യൂണിവേഴ്സിറ്റി ഒഡീഷ ഭാഗത്തു നിന്നാണ് ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ ന്യൂസസ് സ്ലൈറ്റ്ലി അവൈലബിൾ ആണ്. അപ്പം ഇന്ന് ഞാൻ നോക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. BDL ഞാൻ ഇന്നലെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. BDL ശേഷം കൃഷ്ണ ഡിഫൻസിലൊക്കെ ഇന്നലെ ഒരു എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു എൻട്രി പുഷ് ചെയ്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാക്കി ഉള്ള ന്യൂസസ് എന്ന് പറയുന്നത് ജിൻഡാൽസോ. ഓക്കെ, ഇപ്പോൾ ഈ കമ്പനി എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി എൻ്റെ ഉണ്ട് ജിൻഡാൽസോയുടെ. അപ്പം ഇന്നലെയും മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ബട്ട് ഹോൾഡ് ചെയ്തു. ഒരു ലെവൽസ് ബ്രേക്ക്ഔട്ട് സോൺസിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി ആണോ അതോ കണ്ടിന്യൂവേഷൻ ആണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആണ് ഞാൻ. അപ്പോൾ ഇന്നൊരു 176 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു 190 റേഞ്ചിലേക്കൊക്കെ പോകാം. 180 റേഞ്ചിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാകും ജിൻഡാൽസോയിൽ. സോ അപ്പം ഇങ്ങനത്തെ ചെറിയ സ്റ്റോക്സ് മാത്രമേ ഞാൻ ഇന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ലൈവ് മാർക്കറ്റിൽ കുറച്ച് സ്റ്റോക്സ് പിക്ക് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഞാൻ ബ്ലൂ സ്റ്റാറിൽ ചെറിയൊരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ബ്ലൂ സ്റ്റാറിൽ ഒരു ചെറിയ മൂവ്മെന്റ് 1900 to 1940 1970 റേഞ്ചിലേക്ക് ഒരു ചെറിയ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോൺ ഒരു 10% മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനായിട്ട് ബ്ലൂ സ്റ്റാർ ലിമിറ്റഡിൽ ഞാനൊരു ശ്രമം നടത്തുന്നുണ്ട്. സോ സ്റ്റോക്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഞാൻ ഇന്നോ നാളെയായിട്ട് കൂടുതൽ സ്റ്റോക്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ സ്റ്റോക്സ് ഞാൻ ലൈവിൽ പറയുന്നില്ല. ഒന്ന് നോക്കാം എന്നാണ് ഈ മാർക്കറ്റിൽ അടുത്ത സ്റ്റോക്സ്. അതായത് ഒന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ആണ് ചെയ്യാൻ പോകുന്നുള്ള ഒരു സെഷൻസ് അല്ലെങ്കിൽ ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.